ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLA ടെലിഫോൺ ലൈനിൽ. ശ്രീ മാത്യു കുഴൽനാടൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിൽ ശശിധരൻ കർത്ത സമ്മതിച്ചിരിക്കുന്നു. ഒരു സേവനവും നൽകാതെയാണ് വീണ തൈക്കണ്ടിയിലും എക്സാലോജിക്കിനും പണം നൽകിക്കൊണ്ടിരുന്നത്. അത് പിണറായി വിജയനുമായുള്ള റിലേഷൻഷിപ്പിന്റെ പേരിലായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. ഒപ്പം വീണ തൈക്കണ്ടിയിൽ എന്ന സംരംഭകയും ഞാൻ സേവനങ്ങൾ ഒന്നും നൽകാതെയാണ് പണം വാങ്ങിയിട്ടുള്ളത് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻപാകെ സമ്മതിക്കുന്നു. മൊഴി പകർപ്പ് ഉണ്ട്. എന്ത് പ്രതികരിക്കുന്നു? അല്ലാതെ എനിക്ക് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം വേറൊന്നുമല്ല, ദീർഘകാലം കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ ഡിബേറ്റ് ചെയ്യപ്പെട്ട ഒരു പ്രശ്നം ഞാൻ ആവർത്തിച്ച് അല്ലെങ്കിൽ അടിവരയിട്ട് ഇത് സംഭവം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോഴും അതിനെല്ലാം നിഷേധിക്കുകയും അങ്ങനെയല്ല, സേവനം നൽകിയെന്നും പണം നൽകിയത് പിണറായി വിജയനുമായിട്ടുള്ള അടുപ്പത്തിലല്ലെന്നും ഒക്കെ വാദിച്ചുകൊണ്ടിരുന്ന CPM, അതിനുവേണ്ടി ഔദ്യോഗികമായ പത്രക്കുറിപ്പിറക്കിയ CPM ആണ് ഇപ്പോൾ മറുപടി പറയേണ്ടത്. തീർച്ചയായിട്ടും ഇത് ഫ്രം ദ ഹൗസ് മൗത്ത് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞ മാതിരി ശശിധരൻ കർത്തയുടെ വായിൽ നിന്ന് തന്നെ ഈ മൊഴി വന്ന നിലയ്ക്ക് ഇനി ഇതിനപ്പുറത്തേക്ക് ആരെങ്കിലും പറയേണ്ടതുണ്ടോ, ഈ വിഷയം തെളിയേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യം മുതലേ പറഞ്ഞൊരു കാര്യം ആവർത്തിക്കുന്നു, വലിയ കൊള്ളയും അഴിമതിയുമാണ് നടന്നിട്ടുള്ളത്. ഈ പുറത്തു വന്നിരിക്കുന്ന മൊഴി ഇറ്റ്സ് മോർ ദാൻ സഫിഷ്യന്റ്. ഞാൻ പറഞ്ഞ മാതിരി അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണം നടത്താൻ ഇത് ഏറ്റവും ഫിറ്റ് കേസാണെന്നും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നിട്ട് ഒരു അന്വേഷണം നടക്കാതിരിക്കുന്നത് ഒരു റൂൾ ഓഫ് ലോയുടെ വയലേഷനാണ് എന്ന നിലയിലാണ് എത്തി നിൽക്കുന്നത്. എനിക്കേറെ സന്തോഷമുള്ളത്, ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ, ഞാൻ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന നിലയിൽ നിയമസഭയിലടക്കം പിണറായി വിജയൻ പറഞ്ഞതിനെ പൂർണ്ണമായിട്ടും റദ്ദ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനെ പച്ചക്കള്ളം പറഞ്ഞ ആരാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു മൊഴിയാണ് ശശിധരൻ കർത്തയുടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് മൾട്ടിപ്പിൾ ഏജൻസീസ് അന്വേഷിച്ച്, മൾട്ടിപ്പിൾ ഏജൻസീസ് എന്ന് ഞാൻ പറയുന്നത് ആദ്യം IT ഡിപ്പാർട്ട്മെന്റിന്റെ എൻക്വയറി ഉണ്ടായിരുന്നു. അതിൽ വന്ന അതേ കാര്യം വീണ്ടും അടുത്ത ഏജൻസി അന്വേഷിക്കുമ്പോഴും അതേ കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് നിസ്സംശയം ഒരു ഇതില്ല നമുക്ക് പറയാൻ കഴിയും. ഇത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി, സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കരിമണൽ കമ്പനി മുഖ്യമന്ത്രിക്ക് വേണ്ടി മകളുടെ കയ്യിൽ ഏൽപ്പിച്ച പണമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണമാണ് നടക്കേണ്ടത്. അപ്പോഴത് പിണറായി നേരിട്ടെത്തുന്ന സ്ഥിതി ഉണ്ടാകും. തീർച്ചയായിട്ടും ശ്രീ മാത്യു കുഴൽനാടൻ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. പിണറായി വിജയനുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ പേരിലാണ് ഈ പണം കൈമാറ്റം എന്ന് ശശിധരൻ കർത്ത പറയുന്നു. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ക്വിഡ് പ്രോക്കോ എന്താണ്? എന്ത് പ്രത്യുപകാരം? 8 ലക്ഷം രൂപ വീതം പ്രതിമാസം മകളുടെ കമ്പനിക്ക് 5 ലക്ഷവും മകളുടെ കമ്പനിക്ക് 3 ലക്ഷവും മകൾക്ക് 5 ലക്ഷവും എന്ന ക്രമത്തിൽ കിട്ടിക്കൊണ്ടിരുന്നതിന് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്തോ? അവിടെയാണല്ലോ ഇനി അഴിമതിയുടെ പ്രശ്നം വരുന്നത്. അപ്പോൾ അതിലേക്ക് അന്വേഷണം പോകുമോ? നമ്പർ 1, ഇതിന്റെ അകത്ത് പ്രോക്യൂ എന്ന് പറയുന്നത് നമ്മൾ അഴിമതി നിരോധന നിയമപ്രകാരം നിർബന്ധമായിട്ട് വേണ്ട ഒരു സംഗതിയല്ല. നിങ്ങൾക്ക് അവകാശപ്പെടാത്ത പണം ഇല്ലീഗൽ എൻറിച്ച്മെന്റ് എന്നാണ് അതിന്റെ നിർവചനം. ഞാൻ പറഞ്ഞ കുറ്റപ്രോക്യൂ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ അഭിലാഷണ ക്ലാരിറ്റിക്ക് വേണ്ടി പറയാണ്. നിങ്ങൾക്ക് അർഹതപ്പെടാത്ത, നിങ്ങളൊരു പദവിയിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലീഗലി കിട്ടാൻ അർഹതയില്ലാത്ത പണം നിങ്ങളൊരു പദവിയിലിരിക്കുമ്പോൾ നിങ്ങളെ സ്വയം എൻറിച്ച് ചെയ്താൽ ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് സഫിഷ്യന്റ് ടു അട്രാക്ട് സെക്ഷൻ 13. അതാണ് അതിന്റെ നിയമം. നമ്പർ 1. അപ്പൊ കുപ്രോക്യൂ പ്രൂവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേസെടുക്കാൻ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കുപ്രോക്യൂ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് 1 അല്ല 2 അല്ല 3 അല്ല 5 അല്ല പല ഒക്കേഷൻസിലും ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചുമതല ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിക്കായിരുന്നല്ലോ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചുമതല മുഖ്യമന്ത്രിക്കാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഈ കരിമണൽ കമ്പനിയുടെ പ്രവർത്തനത്തിനെതിരെ ഈ നാട്ടിലെ നാട്ടുകാര് അല്ലെങ്കിൽ അവിടെ പെരിയാറിന്റെ കരയിൽ താമസിക്കുന്ന ആളുകൾ എത്ര പരാതികൾ അയച്ചു? ഒരു ആക്ഷൻ ഉണ്ടായിട്ടുണ്ടോ? ഒരു എൻക്വയറി നടന്നിട്ടുണ്ടോ? ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടോ? അപ്പോ ഇനാക്ഷനും അഴിമതിയുടെ പരിമിതി വരെയാണ്. നമ്പർ 1. നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കേന്ദ്ര സർക്കാർ കരിമണൽ കർത്തയുടെ പേരിലുള്ള ലീസ് ക്യാൻസൽ ചെയ്യാൻ അല്ലെങ്കിൽ അത് റദ്ദ് ചെയ്യാൻ വേണ്ടി വർഷങ്ങൾ മുമ്പ് പറഞ്ഞിട്ട് ഞാൻ ഈ വിജിലൻസ് കേസ് കൊടുക്കുന്നത് വരെ ആ ലീസ് റദ്ദ് ചെയ്യാതിരുന്നത് പിണറായി വിജയൻ സർക്കാരാണ്.
ഈ സർക്കാരാണ് ഒഫീഷ്യലി അത് റദ്ദ് ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ വിജിലൻസ് കേസ് കൊടുത്തതിന് ശേഷം മാത്രമാണ് റദ്ദ് ചെയ്തത്. അത് റദ്ദ് ചെയ്യായിരുന്നെന്ന് വെച്ചാൽ 1-2 രൂപയല്ല, ആ ലീസിന്റെ വാല്യൂ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ക്രോർസ് ആണ്. മൾട്ടിപ്പിൾ ക്രോർ. നമുക്ക് ആർക്കും അതിന്റെ വില ഇടാൻ പറ്റില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, മറ്റൊരു മന്ത്രി, പഴയ മന്ത്രിയുടെ ഒരു മൊഴി നിങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന് തലേദിവസം ഞാൻ പുറത്തുവിട്ട മൊഴി നിങ്ങൾ ജനങ്ങളെ കേൾപ്പിച്ച് ഓർക്കുന്നില്ലേ? അതായത് പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് പറയുമ്പോൾ ആ മനുഷ്യനിർമ്മിതമായ പ്രളയത്തിന് ആധാരമായ ഒരു കാര്യമെന്ന് പറയുന്നത് സമയത്ത് വെള്ളം റിലീസ് ചെയ്യാതിരുന്നത് ഇവിടെ നിന്നുള്ള മണ്ണ് നീക്കത്തിന് തടസ്സം വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി അടുത്ത കാര്യം, ഒരു രീതിയിലും ഒരു പാരാമീറ്റേഴ്സും മീറ്റ് ചെയ്യാതെ ഒരുപക്ഷെ ഭൂനിയമമുണ്ട്. ഭൂനിയമം എന്ന ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായി 15 ഏക്കറിൽ കൂടുതൽ കയ്യിൽ വെക്കാൻ അവകാശമില്ല എന്ന് പറയുന്ന സമയത്ത് ഇന്ന് 60-70 ഏക്കർ സ്ഥലം തോട്ടപ്പള്ളി ആ പ്രദേശത്ത് ഇപ്പോഴും കരിമണൽ കർത്തയുടെ കയ്യിലിരിക്കുന്നത് എങ്ങനെയാണ്? ഇനി എത്ര എണ്ണം പറയണം ഞാൻ? ഇത്രയൊക്കെ എവിടെയെന്ന് അഭിലാഷ് ചോദിക്കുമ്പോൾ നമുക്ക് ഇത് ഇത്രയും വലിയ ഒരു അഴിമതി കേരളം ഇത്ര ഡിസ്കസ് ചെയ്ത സംഭവം ഞാൻ പലവട്ടം പലയാവർത്തി ഞാൻ പറഞ്ഞു. ഞാനൊരു കാര്യം എന്റെ ഭാഗം ജയിക്കുന്നതിന് വേണ്ടി ഇല്ലാത്തൊരു കാര്യം പറയില്ല, കള്ളം പറയാൻ ആഗ്രഹിക്കുന്നില്ല, എക്സാജറേറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്ത് ജനങ്ങളോട് പറഞ്ഞു എനിക്ക് ഉത്തമ ബോധ്യമുള്ളതും 100% സത്യമാണെന്ന് ഞാൻ നേരിട്ട് പരിശോധിച്ച് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. I had done my homework very well. That's why I was so confident. പക്ഷെ ബാക്കി സിസ്റ്റം how respond I don't know. I had done my part of the job. ഞാൻ ഒരു MLA എന്ന നിലയിൽ, അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു ആസ് എ സ്റ്റുഡന്റ് ഓഫ് ലോ, ഒരു നിയമവിദ്യാർത്ഥി എന്ന നിലയിൽ എന്നാൽ കഴിയുന്നത് ആത്മാർത്ഥമായും സത്യസന്ധമായും ഞാൻ ഈ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. സിസ്റ്റം എത്ര ഒരു സത്യത്തെ നിരാകരിക്കാൻ ശ്രമിച്ചാലും ആത്യന്തികമായി സത്യം പുറത്തു വരുമെന്നാണ് ഇതുകൊണ്ട് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയെങ്കിലും നിങ്ങൾക്കൊക്കെ ഒരു ഉത്തമ ബോധ്യം വന്നു കാണും, ജനങ്ങൾക്കും ഒരു ഉത്തമ ബോധ്യം വന്നു കാണും. ഈ നടന്ന അഴിമതിക്ക് കൊടുത്ത പണം, അതിനുവേണ്ടി ചെയ്തു കൊടുത്ത സേവനങ്ങൾ പകൽ പോലെ വ്യക്തമാണ്. സോ നൗ ലെറ്റ്സ് സീ വാട്ട് ഫോളോസ്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങളാണ് ഉണ്ടാകുന്നത്.